ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഡിക്വിറ്റി പാറ്റേണിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ SSCയിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ PQRS പാരാജമ്പിൾഡ് നിന്നാണ് കുട്ടികൾ കുറെ കൺഫ്യൂസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് വന്നതും കുറെ പിള്ളേർക്ക് മാർക്ക് പോയ ഏരിയ ആണിത്. റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നമ്മൾ എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിയും നമ്മളിവിടെ കഴിഞ്ഞ വർഷം ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഇത്തിരി ഡിഫിക്കൽട്ട് ആൻഡ് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് പാസേജസ് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഐ സെഡ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഒരു ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മളൊരു റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കണം. നമുക്ക് റീഡിംഗ് നമ്മൾ മിക്കവരും പണ്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും, പിന്നെ ടച്ച് പോയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾ പറയുന്നത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. റീഡ് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊതുവെ കഴിഞ്ഞ എക്സാമിലാണ് നമ്മൾ കണ്ടത് വളരെ വലിയ പാസേജ് ആണ് തന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വായിച്ച് കുറച്ച് കഴിഞ്ഞ് ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വായിച്ചതെന്ന് മറന്നു പോകുന്നു എന്നുള്ളത് വേറൊരു കാര്യമായിരുന്നു. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് തിങ് ഇസ്, നമ്മൾ ലൈക്ക് ഐ സെഡ് റീഡിംഗ് ഹാബിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യണോ, ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് വീണ്ടും ഒന്ന് റിന്യൂ ചെയ്ത് എടുക്കണം. റീഡിംഗ് ഹാബിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഒരു എഡിറ്റോറിയൽ റീഡിംഗ് എവറി ഡേ. നമ്മൾ ലൈക്ക് ഐ സെഡ് നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിലുള്ള സാധനങ്ങൾ വായിക്കാൻ നമുക്ക് പിന്നെ പറ്റുമായിരിക്കും. നമ്മൾ റീഡിംഗ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫിക്ഷൻ വായിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ ഫിക്ഷൻ വായിക്കുമ്പോൾ അവർക്ക് അതിൽ ഫോക്കസ് പറ്റുന്നുണ്ടാവും. പക്ഷേ നമുക്ക് എക്സാമിനർ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് തന്നെ തരണം എന്നില്ലല്ലോ. ഇപ്പം ലാസ്റ്റ് ടൈം എക്സാമിന് ബാങ്കിങ് എന്നുള്ളൊരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാസേജ് മാത്രമല്ല, ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഏരിയസ് നമ്മൾ വായിക്കണം. ഇപ്പൊ സപ്പോസ് അതാണ് ഞാൻ പറയുന്നത്, ഒരു എഡിറ്റോറിയൽ റീഡിംഗ് ഹാബിറ്റ് തന്നെ ഡെയിലി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യണം, എങ്ങനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എഡിറ്റോറിയൽ ആയിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾസോ അറ്റൻഷൻ സ്പാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ഞാൻ കുറെ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യമൊക്കെ വായിച്ചു വരും, എല്ലാം മനസ്സിലാവും, പക്ഷെ അത് കഴിഞ്ഞ് അവിടെ ലാസ്റ്റ് എത്തുമ്പോഴാണ് ആദ്യം എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത് ഞാൻ മറന്നു പോകും എന്ന് പറയുന്നത്. അതിന്റെ കാര്യം നമ്മൾ അറ്റൻഷൻ സ്പാൻ ആണ്. നമ്മളൊക്കെ ഇപ്പം ഒരു വളരെ ചെറിയ അറ്റൻഷൻ സ്പാനിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. 30 സെക്കൻഡ് വീഡിയോ കണ്ടാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനും നമ്മൾ ഇതൊരു ഹാബിറ്റ് ആക്കണം. റീഡ് ലോങ് പാസേജസ് എവറി ഡേ. നമ്മൾ ഒരു ദിവസം ഒരു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പാസേജ്, ഒരു ഇത്തിരി ഹെവിലി വേർഡഡ് ആയിട്ടുള്ള പാസേജ് തന്നെ വായിച്ച് ശീലിക്കുക. വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് ഇവർ പറയുന്നത്, എന്താണ് ഇവർ ഇതിൽ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണ്, ടോൺ ഓഫ് ദ പാസേജ്. നമ്മുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ടോൺ ഓഫ് ദ പാസേജ് മനസ്സിലാക്കാൻ. എന്താണ് ഇവർ പാസേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവർ അനലിറ്റിക്കൽ ആണോ, അവർ അനാലിസിസ് ചെയ്യാണോ, ഇൻഫോർമേറ്റീവ് ആണോ, ഫണ്ണി ആണോ, ത്രില്ലിംഗ് ആണോ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ എക്സാമിന് ആദ്യം പോയി ഒരു പാസേജ് വായിച്ചിട്ട് ഇതൊക്കെ അന്ന് ആ എക്സാമിന്റെ ടെൻഷനിൽ, എക്സാമിന്റെ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അൺലെസ് യു ആർ ലൈക്ക് എ വൊറേഷ്യസ് റീഡർ ആണെങ്കിൽ ശരി. പക്ഷെ അതല്ല എങ്കിൽ നമ്മൾ എന്നും ഡെയിലി ഇത് എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. വേറൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് നമ്മുടെ വെക്കാബുലറി ആണ്. വെക്കാബുലറി ഇസ് വെരി ഇമ്പോർട്ടന്റ് വെൻ യു ആർ കൺസിഡറിങ് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളൊരു ടോപ്പിക്. നമുക്ക് കുറേ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിലല്ലേ. എല്ലാ വേർഡ്സും പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ എല്ലാ വേർഡ്സും പഠിക്കുക എന്നുള്ളതൊരു പോസിബിൾ ടാസ്ക് അല്ല. നമുക്ക് അഥവാ വേർഡിന്റെ മീനിങ് അറിഞ്ഞൂടെങ്കിലും എങ്ങനെ വേണം റീഡിംഗ് കോംപ്രിഹെൻഷൻ ടാക്കിൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ. ഡെയിലി ഒരു 5 വേർഡ്സ്, ലൈക്ക് ഐ സെഡ്, നമ്മൾ ഈ എഡിറ്റോറിയൽ റീഡിംഗ് എന്നുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ ഇതിൽ വരും. എഡിറ്റോറിയൽ വായിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ, നമ്മുടെ വെക്കാബ് ഡെവലപ്പ് ആവും. കാരണം ഒബ്വിയസ്ലി ഒരു ചെറിയൊരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ there will be like 5 to 10 വേർഡ്സ്. നമുക്ക് അതിന്റെ മീനിങ് തന്നെ എന്താണെന്ന് അറിയാത്ത കുറേ വേർഡ്സ് ഉണ്ടാവും. നോട്ട് ഇറ്റ് ഡൗൺ സംവെയർ. എന്നിട്ട് ഒരു രാത്രി കിടക്കുന്നതിന് മുന്നേ ആ 5 വേർഡ്സ് എന്തായിരുന്നു എന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കുക. ആസ് സിമ്പിൾ as ദാറ്റ്. അത് ആ ഒരു പ്രാക്ടീസ് ആയിട്ട് വെച്ചാൽ, അതൊരു ഹാബിറ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിന് വളരെ വളരെ നല്ലൊരു ഹാബിറ്റ് ആയിരിക്കും അത്. സോ വെക്കാബുലറി ഇസ് ദ നെക്സ്റ്റ് തിങ് ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ ലൈക്ക് ഐ സെഡ്, നമ്മൾ ടോൺ മനസ്സിലാക്കുക, വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെ നമ്മളൊരു അറ്റൻഷൻ സ്പാൻ റീറ്റെയിൻ ചെയ്യുന്നത് വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുമ്പോൾ. നമുക്ക് എങ്ങനെ വേണം ഒരു കോംപ്രിഹെൻഷൻ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞുതരാണ്. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കൂ. ഐ എം ഷുവർ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നമ്മളൊരു വലിയൊരു പാസേജ് ആയിരിക്കും ആദ്യം കാണുക അല്ലേ. ഒരു വലിയൊരു പാസേജ് ആദ്യം കാണുകയാണ്.
ലൈക്ക് ഐ സെഡ് ആ പാസേജിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസോളം നമുക്ക് പിന്നെ ആൻസർ ചെയ്യാനുണ്ട് അല്ലേ? ഈ 5 ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ പാസേജ് വായിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ പാസേജ് ഫോളോ ചെയ്യുന്ന ഒരു 5 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് അതിന്റെ മാർക്ക് മേടിക്കുകയാണ് നമ്മുടെ എയിം അല്ലേ? അപ്പൊ അതെങ്ങനെ ആ മാർക്ക് കിട്ടുക, ആ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ കറക്റ്റ്ലി ഡീൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കണ്ടേ. ഞാൻ സജസ്റ്റ് ചെയ്യുക, നമ്മളൊരു പാസേജ് ഇപ്പൊ നമുക്ക് ആദ്യം കുറച്ച് കണ്ടു, ഒരു ഫസ്റ്റ് 2 ലൈൻസ് ഒന്ന് സ്കിമ്മിങ് ഒരു സംഭവം ഉണ്ട് അല്ലേ? നമ്മൾ സ്കിം ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്തു പാസേജ്, ജസ്റ്റ് ഒന്ന് കണ്ണ് ഓടിച്ചു നോക്കുക എന്നൊക്കെ പറയില്ലേ? ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ടൈപ്പ് ഓഫ് പാസേജ് ആണെന്നോ, എന്ത് ഹൗ ഡു യു സേ വാട്ട് ദേ ആർ ട്രൈങ് ടു കൺവേ, എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. ചിലപ്പോൾ ഒരു സ്റ്റോറി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള വളരെ വിശദീകരിച്ച് എഴുതിയേക്കുന്നതായിരിക്കാം. ആ വിശദീകരണം ഒന്നും അപ്പം വായിക്കാൻ നിൽക്കരുത്. ബട്ട് ലൈക്ക് ഐ സെഡ്, സ്കിം ഓവർ ദ പാസേജ്. എങ്ങനത്തെ ഒരു സംഭവം ആണെന്നുള്ളത്. ഇപ്പം ചിലപ്പോൾ ഒരു വലിയ ഭയങ്കര നല്ലൊരു സ്റ്റോറി ആയിരിക്കാം, ഒരു ഫിക്ഷൻ സ്റ്റോറി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആയിരിക്കാം, ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയറിനെ പറ്റിയുള്ള ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ വളരെ വേർഡഡ് ആയിട്ട്, വളരെ നമ്മളെ ഇത്തിരി കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വളരെ വേർഡഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലുള്ള ഒരു പാസേജും ആവാം. എന്തായാലും വി ക്യാൻ ഡു ഇറ്റ്. അതുകൊണ്ട് പക്ഷെ ആദ്യം ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് പാസേജ് ഇസ് അബൌട്ട്. ഫുള്ള് വായിക്കാൻ ഞാൻ പറയുന്നില്ല, ഡോണ്ട് റീഡ് ഇറ്റ് ഫുള്ളി. ഫസ്റ്റ് 2 സെന്റൻസോ 3 സെന്റൻസ് വായിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ, എന്തിനെ പറ്റിയാണ് ഈ പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാവും. ആഫ്റ്റർ ദാറ്റ് ലുക്ക് ഫോർ ദ ക്വസ്റ്റ്യൻസ്. ലൈക്ക് ഐ സെഡ്, ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യേണ്ടത് അല്ലേ? ആ 5 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുന്നതാണല്ലോ നമ്മുടെ മോട്ടീവ്. ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊന്ന് വായിക്കാം. വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ആൻസർ. ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റഫ് ഷീറ്റ് കയ്യിൽ കാണുമല്ലോ. ഇംഗ്ലീഷിന് ഒരു കുറച്ച് സ്പേസ് റഫ് ഷീറ്റിൽ വെച്ചേക്കാം. 5 ക്വസ്റ്റ്യൻ ആണല്ലോ, 1 2 3 4 5. ആൻഡ് വെൻ യു ആർ റീഡിങ് ദ ക്വസ്റ്റ്യൻ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് അവർ ചോദിക്കുന്നുണ്ടാവാം വാട്ട് ഇസ് ദ ടോൺ ഓഫ് ദ പാസേജ് എന്ന് ചോദിക്കുന്നുണ്ടാവും. സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ദാറ്റ് ടോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വെൻ യു ആർ റീഡിങ് ഇറ്റ്, നമ്മൾ മനസ്സിൽ വെക്കണം, ഇതിന്റെ ടോൺ എന്താന്ന് എനിക്ക് കണ്ടുപിടിക്കാനുണ്ട് ലേറ്റർ അല്ലേ? അതാണ് മനസ്സിൽ വെക്കാൻ വേണ്ടി. നിങ്ങളുടെ മനസ്സിൽ അത്രയും റീറ്റെയിനിങ് പവർ ഉണ്ടെങ്കിൽ എഴുതണം എന്നില്ല. പക്ഷെ സ്റ്റിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഒന്ന് എഴുതി അവിടെ വെച്ചിട്ട് പോവാം. നെക്സ്റ്റ് തിങ് ഐ വുഡ് സജസ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇപ്പം സപ്പോസ് എന്തെങ്കിലും ഒരു ആ പാരഗ്രാഫിൽ ഒരു വലിയൊരു വേർഡിനെ പറ്റി ആയിരിക്കാം. ആ കീ വേർഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഐ റിപ്പീറ്റ്, കീ വേർഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തും ആവാം. ആ ക്വസ്റ്റ്യനിലെ കീ വേർഡ് എടുത്ത് ആ ക്വസ്റ്റ്യൻ്റെ അടുത്തോട്ട് 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. യു വുഡ് നീഡ് ദിസ് മച്ച് സ്പേസ് ഇൻ ദ റഫ് ഷീറ്റ്. അത്രയും സ്പേസിൽ ആ 5 കീ വേർഡ് എഴുതി വെക്കുക. സോ ദാറ്റ് നമ്മൾ തിരിച്ചിനി പാസേജ് മര്യാദയ്ക്ക് വായിക്കാൻ പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ എന്തിനാണ് നമ്മൾ വാട്ട് ആർ വി ലുക്കിംഗ് ഫോർ, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ഒരു പാസേജിൽ നമ്മൾ ലൈക്ക് ഐ സ്റ്റഡി ഒരു 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി നമുക്കല്ലേ? അല്ലാതെ ഇത് എഴുതി ഇതിന്റെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ ഇതിന്റെ സമ്മറി ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈ 5 ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും കറക്റ്റ് ആക്കുക. അപ്പോൾ വി ഹാവ് ടു നോ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. വെൻ വി ആർ കമ്മിങ് ബാക്ക് ടു ദ പാസേജ്, നമുക്ക് ഈ 5 കീവേഡ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സോ ലൈക്ക് ഐ നോ, ഓക്കെ, ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഈ കീവേഡ് ഞാൻ കണ്ടതാണല്ലോ. അപ്പം ആ പാസേജിൽ ആ പാർട്ട് വേർ ദാറ്റ് കീവേഡ് കംസ്, യു ഹാവ് ടു റീഡ് വെരി കെയർഫുള്ളി, ബിക്കോസ് അവിടെ നിന്നാണ് ഈ ആൻസർ വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില പാസേജസ് നമ്മളെ ആ പാസേജ് മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മുടെ കോമൺ സെൻസ് നോക്കാനായിരിക്കും. ദാറ്റ് ഇസ് അനദർ തിങ്. ചിലപ്പോൾ വൊക്കാബുലറി ടെസ്റ്റിംഗ് മാത്രമായിരിക്കും, ചില സിനോണിം ആന്റോണിംസ് മാത്രം ചോദിച്ചിട്ട് വിടാറുണ്ട്, അതുമുണ്ട്. ഓൾസോ ലൈക്ക് ഐ സെഡ്, വെക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇഫ് യു ആർ സ്ട്രക്ക് അറ്റ് എനി വേർഡ്, നിങ്ങൾക്ക് മീനിങ് അറിഞ്ഞൂടാത്തൊരു വേർഡ് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കോമൺ സെൻസ് എന്നൊരു സാധനം ഉപയോഗിക്കേണ്ടത്. റീഡ് ദ സെന്റൻസ്, അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇറ്റ്. നമുക്കൊരു കോണ്ടെക്സ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇവിടെ എന്താവാം, ആ സെന്റൻസിൽ ഇങ്ങനെ ഒരു മീനിങ് ആണ് എനിക്ക് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ദിസ് വേർഡ് വുഡ് മീൻ ദാറ്റ്, ഏറെക്കുറെ അതായിരിക്കും മീനിങ് എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യാനുള്ള ഒരു സ്കില്ലും വരുത്തണം. അതിനൊക്കെ നമ്മുടെ റീഡിംഗ് ഹാബിറ്റ് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്താലേ കാര്യമുള്ളൂ. ഒരു ദിവസം ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു പാസേജ് വായിക്കാൻ ഇറ്റ് വുഡ് ടേക്ക് 5 minutes ഫോർ യു. ആ 5 minutes സ്പെൻഡ് ചെയ്താൽ ഐ ഗ്യാരണ്ടി യു ദാറ്റ് ഇറ്റ് വിൽ ബി റിവാർഡ്ഫുൾ ലേറ്റർ. അപ്പൊ നമുക്ക് ആ സാധനം നമ്മൾ ആദ്യം കീവേഡ്സ് എഴുതി വെക്കുന്നു. വെക്കാബുലറി നമുക്ക് അറിയുന്നതാണെങ്കിൽ നമുക്ക് എല്ലാം മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ഡോണ്ട് വറി, പ്ലീസ് ഡോണ്ട് പാനിക്. നമുക്ക് അറിഞ്ഞൂടാത്ത വേർഡ്സ് വരും, നമുക്ക് എല്ലാ വേർഡ്സും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. ബട്ട് ഐ വുഡ് സേ ട്രൈ യുവർ മാക്സിമം, നമ്മുടെ വെക്കാബുലറി മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. എന്നാലും അറിഞ്ഞൂടാത്ത വേർഡ്സ് ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ. അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പാസേജ്. എന്താണ് ഈ പാസേജ് എന്ന് അത് പറയാൻ, ആ ലൈനിൽ ആ സെന്റൻസിൽ എന്തായിരിക്കും ഇതിന്റെ പേർപ്പസ്, ആ വേർഡിന്റെ പേർപ്പസ് എന്ന് മനസ്സിലാക്കുക. then understand what the
ലാംഗ്വേജസ്. അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം. നെക്സ്റ്റ് തിങ് ലൈക്ക് ഐ സെഡ്, ചില സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, നമ്മൾ ഈ പാസേജ് എന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അല്ലേ. സോ നമ്മുടെ ബയസസ് ഒക്കെ മാറ്റി വെക്കണം. യു കാൺ ബ്രിങ് യുവർ ഓൺ ബയസ് ടു ദ പാസേജ്. ക്വസ്റ്റ്യനിൽ എപ്പോഴും അക്കോർഡിംഗ് ടു ദ പാസേജ് വാട്ട് ഡസ് ദിസ്, അക്കോർഡിംഗ് ടു ദ ഓദർ വാട്ട് ഇസ്, അങ്ങനെയാണ് ചോദിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ചില പാസേജിന്റെ ടോപ്പിക്സ് ഒക്കെ വുഡ് ബി സംതിങ് ദാറ്റ് നമ്മൾ നന്നായിട്ട് വായിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആവാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടേതായ ഒപ്പീനിയൻസും കാണും. അതായിരിക്കില്ല പാസേജ് പറയുന്നത്. ആൻഡ് ദർ വുഡ് ബി ഓപ്ഷൻസ് വായിക്കുമ്പം നമ്മുടെ ബയസുമായിട്ട് അലൈൻ ചെയ്യുന്ന ഓപ്ഷൻസ് കാണും. ലൈക്ക് ഐ സെഡ്, പ്ലീസ് കീപ് യുവർ ബയസസ് അസൈഡ്. നമ്മൾ പാസേജ് വായിച്ച് ആൻസർ ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത്. സോ നിങ്ങളുടെ ബയസ് വെച്ചിട്ട് ഓപ്ഷൻസ് നോക്കി ഉത്തരം പറയരുത് ഒരിക്കലും. യു ക്യാൻ യൂസ് യുവർ കോമൺ സെൻസ് ഇസ് ഡിഫറെൻറ്റ്. ബട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടേതായ ഒപ്പീനിയൻ ഫോം ചെയ്ത് ഒരിക്കലും ഉത്തരം എഴുതരുത്. പാസേജ് വായിക്കുക, കീപ് യുവർ ബയസ് അസൈഡ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ നോളജ് ഇസ് ഫ്രം ദ പാസേജ് ദാറ്റ്സ് ഗിവൺ. ആ ഒരു പാസേജ് ഉണ്ടല്ലോ, ആ പാസേജിൽ നിന്ന് എന്താണോ പറയുന്നത് അത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. വേറൊരു തിങ് ഐ വുഡ് സജസ്റ്റ് ഇസ്, നമ്മൾ ഈ റീഡിംഗ് ഹാബിറ്റ് എഡിറ്റോറിയലൊക്കെ വായിക്കുന്നു പറഞ്ഞില്ലേ, റീഡ് ഇറ്റ് ഇൻ എ സ്ക്രീൻ. ബിക്കോസ് നമ്മൾ എക്സാമിന് കമ്പ്യൂട്ടർ സ്ക്രീൻ എന്നാണ് നമ്മൾ വായിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പേപ്പറിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും ഓർ ചെറിയ ഫോണിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും ഐ വുഡ് സജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് വായിച്ച് തന്നെ ശീലിക്കുക. സോ ദാറ്റ് നമ്മുടെ കണ്ണ് ഓൾസോ വിൽ ബി യൂസ് ടു ഇങ്ങനെ പോയി. ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ സ്ക്രീൻ ആകുമ്പോൾ ഇവിടുന്ന് വായിച്ച് നെക്സ്റ്റ് ലൈനിൽ എത്തുമ്പോഴേക്കും ഒരു ലൈൻ സ്കിപ്പ് ആകുന്നു, അങ്ങനത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. സോ മേക്ക് യുവർ ബ്രെയിൻ ആൻഡ് യുവർ ഐസ് യൂസ് ടു ദ സൈസ് ഓഫ് ദ സ്ക്രീൻ ഓൾസോ. അതും നല്ലൊരു ഇതായിരിക്കും. അങ്ങനെയും കൂടെ നിങ്ങൾ ചെയ്താൽ യു ക്യാൻ അതും കൂടെ ചെയ്ത് നമ്മുടെ ഇപ്പോൾ എക്സാമിന് വി ആർ വെരി വെൽ പ്രിപ്പയർഡ്. നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മളെല്ലാം ചെയ്തു. നമ്മൾ സ്ക്രീനിനോട് നമ്മുടെ മൈൻഡ് യൂസ് ടു ആക്കി, നമ്മൾ നമ്മുടെ വെക്കാബുലറി ഇംപ്രൂവ് ആക്കി, നമ്മൾ എങ്ങനെ പാസേജ് വായിക്കണം എന്നൊക്കെ പഠിച്ചു. ഇനി ആ 5 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ആൻഡ് ഐ തിങ്ക് ആഫ്റ്റർ ദിസ് സെഷൻ യു വിൽ ബി വെരി വെൽ എക്വിപ്ഡ്. നിങ്ങൾക്ക് അത് നന്നായിട്ട് തന്നെ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഫസ്റ്റ് പാസേജിലോട്ട് പോവാം. ഐ വുഡ് സേ ദാറ്റ് ഓരോ പാസേജിലും ഞാൻ പാസേജ് കാണിക്കുമ്പോൾ ട്രൈ ടു പോസ് ദ വീഡിയോ ദർ. നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുക. ദെൻ യു ക്യാൻ പോസ് ചെയ്ത് നിങ്ങൾ വൺസ് യു ഹവ് റെഡ് ഇറ്റ്, പ്ലേ ദ വീഡിയോ ആൻഡ് ദെൻ വി ക്യാൻ ഗോ ടുഗെദർ. അതായിരിക്കും ഞാൻ പറയാൻ പോകുന്ന അപ്രോച്ച്. സോ ലൈക്ക് ഐ സെഡ്, ഓരോ പാസേജും നമുക്ക് വായിച്ച് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നോക്കാം. ഞാൻ പറയുന്ന മെത്തേഡ് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, ജസ്റ്റ് സ്കിം ദ പാസേജ്. സ്കിം എന്ന് പറഞ്ഞാൽ ഒരു വളരെ സർഫസ് ലെവൽ സ്കിമ്മിംഗ് ആണ്. ഓടിച്ച് നോക്കുക, എന്താണ് ടോപ്പിക് എന്ന് മനസ്സിലാക്കുക. Go to the questions, note the keywords, come back, read the passage very well, keeping these keywords in your mind. ആ keywords എവിടെയാണെന്ന് പിന്നെ നമ്മൾ പാസേജ് വായിക്കുമ്പം when you find the keyword, അവിടെ അത് സ്റ്റക്ക് ആവുക. അവിടെ you have to focus more so that നമ്മുടെ ആൻസേഴ്സ് ആ ഏരിയയിലായിരിക്കും. സോ ഫോക്കസ് യുവർ ബ്രെയിൻ there and then നന്നായിട്ട് വായിച്ചിട്ട് ഈ 5 ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ലൈക്ക് ഐ സെഡ്, കഴിഞ്ഞ തവണ കുറേ പിള്ളേർക്ക് മാർക്ക് പോയൊരു ടോപ്പിക്കാണ്. നമുക്ക് പോകില്ല. നമ്മൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താൽ യു വിൽ റിയലി ഫൈൻഡ് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്കോർ മാർക്സ് ഇൻ ദ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ട്. നമുക്കപ്പം ഫസ്റ്റ് പാസേജിലേക്ക് പോവാം. ലൈക്ക് ഐ സെഡ്, പോസ് ചെയ്യുക ആൻഡ് റീഡ് ദ പാസേജ്. ആൻഡ് ലൈക്ക് ഒന്ന് ജസ്റ്റ് ഞാൻ എൻ്റെ പറഞ്ഞ അപ്രോച്ച് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. To bifurcate life into immutable dichotomies. ഇങ്ങനെയൊക്കെ വായിക്കുമ്പം I saw human existence. This is what is called skimming. Just ഓടി പോവാ. Human existence ഉണ്ട്, linear progression, ecstasy of triumph. There are very very big words നമുക്ക് മനസ്സിലായി. എനിവേ ഇത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് അല്ലേ. ഇൻഫോർമേറ്റീവ് പാസേജ് ആണ്. സോ നമുക്ക് അത്രയും ജസ്റ്റ് സ്കിം ചെയ്താൽ മതി. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി എന്ന് മനസ്സിലായി. എന്തോ ഒരിത്തിരി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പാസേജ് ആണെന്ന് മനസ്സിലായില്ലേ. ഹ്യൂമൻ എക്സിസ്റ്റൻസ് കണ്ടു, സോറോ കണ്ടു, ജോയ് കണ്ടു. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ കാണുന്ന വേർഡ്സ് ആണ്. ഫ്രം ദാറ്റ് ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്തിനെ പറ്റിയൊക്കെ ആയിരിക്കും ഈ പറയുന്നത്, ഓർ അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ഫിലോസഫിക്കൽ. ഇത്രയും കിട്ടിയല്ലോ. നൗ വി ക്യാൻ ഗോ ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ കം ബാക്ക് ആൻഡ് റീഡ് ഇറ്റ് വെരി കെയർഫുള്ളി. ക്വസ്റ്റ്യൻസ് നോക്കിയേ. In the context of the passage, what does the word chiaroscuro most likely mean? എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. chiaroscuro most likely mean എന്താണെന്നാണ് ഫസ്റ്റ്. സോ ലൈക്ക് ഐ സെഡ്, നിങ്ങളുടെ ആ പേപ്പറിൽ 1 2 3 4 5 എന്ന് എഴുതിയല്ലോ. 1ന്റെ അടുത്ത് chiaroscuro എന്ന് എഴുതി വെക്കുക. ഓക്കെ, 1ന്റെ അടുത്ത് chiaroscuro എന്ന് എഴുതി. നമുക്ക് അതാണ് ഇനി നോക്കേണ്ടത് അല്ലേ.
Now we go to the next question. What tone does the author primarily adopt throughout the passage എന്നാണ് ചോദിച്ചേക്കുന്നത്. What tone does the author primarily adopt? എന്ത് ടോൺ ആണ് ഓതറിന്റെ ടോൺ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ 1, 2, 3, 5 അടുത്ത് 2 അടുത്ത് ജസ്റ്റ് നോ ടോൺ. നമുക്ക് ടോൺ ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മൾ വായിക്കുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ടോൺസ് ആർ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the author's primary purpose in writing this passage? Purpose ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു പാസേജിന്റെ ഹോൾ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് പുള്ളി ഇത് എഴുതിയെന്നാണ്. സോ വായിക്കുമ്പം യു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടെല്ലിങ് യുവർ ബ്രെയിൻ ദാറ്റ് നമുക്ക് ഇതിന്റെ പേർപ്പസും കൂടെ അറിയണം അല്ലേ. അപ്പൊ നമ്മൾ എഴുതിയ നോട്ട്സിന്റെ ഇവിടെ തേർഡ് ഒരു പേർപ്പസും കൂടെ എഴുതി വെക്കുക. സോ ദാറ്റ് വെൻ യു ആർ റീഡിങ് യു നോ ദാറ്റ് ദർ ഇസ് നിങ്ങളുടെ വൺ ഓഫ് ദ മോട്ടീവ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേർപ്പസ് ഓഫ് ദ ഓതർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. Based on the passage, what can be reasonably inferred about the author's perspective on human emotions? Perspective on human emotions ആണ് ഇവിടുത്തെ കീവേഡ്. Perspective on human emotions നമുക്ക് മനസ്സിലാക്കണം ഓതർ എന്താ പറയുന്നതെന്ന്. നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ ഓൺ വേ. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അടുത്ത നോക്കിയേ. Which of the following best completes the analogy? Joy is to presence as sorrow is to dash. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പാസേജ് വേണ്ട. യു കെൻ ഈവൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം കോമൺ സെൻസ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദിസ് ഇസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, ജോയ് ഇസ് ടു പ്രസൻസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് പറയുന്നത് എന്താ? സോറോ ആണ്. ജോയ് പ്രസൻസ് ആണ്. സോറോ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇറ്റ് ഇസ് ദ ഓപ്പോസിറ്റ്. അത്ര നമുക്ക് അറിയാലോ. അപ്പൊ പ്രസൻസിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചാൽ ഇവിടെ കിട്ടില്ലേ. പ്രസൻസിന്റെ ഓപ്പോസിറ്റ് ആബ്സെൻസ് ആണെന്ന് നമുക്ക് അറിയാം. ദ ഓപ്ഷൻ ഇസ് ഹിയർ. ലൈക്ക് ഐ സെഡ്, ഫുള്ളി വേണമെങ്കിൽ അപ്പൊ ജമ്പ് ചെയ്യണ്ട. നിങ്ങൾ അത്ര കോൺഫിഡന്റ് അല്ല. വാട്ട് ഇഫ് ദർ ഇസ് അനദർ തിങ് ഇൻ ദ പാസേജ് എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ഫ്രം ദ പാസേജ്. ബട്ട് ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് നമുക്ക് പാസേജ് ഇല്ലെങ്കിലും വളരെ ക്ലിയർലി കിട്ടും. കാരണം ജോയുടെ ഓപ്പോസിറ്റ് സോറോ, സോ പ്രസൻസിന്റെ ഓപ്പോസിറ്റ് ആബ്സെൻസ്. ഇവിടെ ആ പാസേജ് വായിക്കാണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എത്ര ഒരു ടൈം സേവ് ചെയ്യാം. സോ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. ലൈക്ക് ഐ സെഡ്, ലെറ്റ്സ് റീഡ് ദ പാസേജ്. ഇതാണ് പാസേജ്. നിങ്ങൾ ഒന്ന് സ്ക്രീൻ പോസ് ചെയ്തിട്ട് റീഡ് ഇറ്റ് ഫുള്ളി. നന്നായിട്ട് വായിച്ചിട്ട് യു ക്യാൻ പ്ലേ ദ വീഡിയോ ആൻഡ് ദെൻ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. പാസേജ് വായിക്കുമ്പോൾ, to bifurcate life into immutable dichotomies of joy and sorrow. നമ്മൾ ജോയും സോറോ ആണ്. ഡൈക്കോട്ടമി എന്നുള്ളൊരു വാക്ക് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. is to misread its most intrinsic rhythm. Human existence unfolds not as a linear progression of happiness or despair, but as a dynamic interplay where each emotion deepens the resonance of the other. The ecstasy of triumph is never as poignant as when preceded by failure. Likewise, the pang of loss finds contour only because we have once cherished the presence of what is now absent. Joy and sorrow then are not adversaries but co-authors of the same narrative. From antiquity to modernity, philosophical traditions have acknowledged this existential polarity. The Stoics embraced the inevitability of suffering as a precursor to tranquility, while Eastern philosophies like Buddhism anchor themselves in the impermanence of all experiences. In both frameworks, the pursuit of enduring happiness necessitates an acceptance of transience. Without sorrow, joy would be indistinct, a flat and shallow sensation lacking contrast or value. This interdependence is vividly manifest in the mundane. The delight of spring is intensified by the memory of a harsh winter. The serenity of solitude is meaningful only to one who has tasted the cacophony of crowds. Even our personal growth often emerges from the crucibles of pain, grief chisels depth into our emotional landscape, refining our capacity for empathy, resilience, and gratitude. To demand unbroken happiness is to seek a monochromatic life, an existence devoid of emotional texture. The beauty of being lies not in circumventing sorrow, but in embracing it as a necessary foil to joy. These twin sentiments coalesce to form the chiaroscuro. ഇത് കണ്ടല്ലോ, നമുക്ക് അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ ചോദിച്ചേക്കുന്നതാണ് ഈ വേർഡിന്റെ മീനിങ് എന്താണെന്നല്ലേ. But the chiaroscuro of consciousness, rendering our lives more vivid, more intricate, more human.
സോ വെൻ ഐ റെഡ് ദിസ് പാസേജ് നമ്മൾ എഴുതി വെച്ച കീവേഡ്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന് കൈറോസ്ക്യൂറോയുടെ മീനിങ് ഉണ്ടായിരുന്നു, ടോൺ ഓഫ് ദ പാസേജ് ഉണ്ടായിരുന്നു, ഓദർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടായിരുന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് വായിക്കാൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? In the context of the passage, what does the word chiaroscuro most likely mean? Chiaroscuro എവിടെയാ വരുന്നേ? These twin sentiments coalesce to form the chiaroscuro of consciousness. Okay, like I said, ചിലപ്പോൾ നമുക്ക് എല്ലാ വേർഡിന്റെ മീനിങ്ങും അറിയണം എന്നില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ട്വിൻ സെന്റിമെന്റ്സ് എന്നുണ്ട്, coalesce എന്നുണ്ട്. coalesce means join to form the chiaroscuro of consciousness. രണ്ട് സാധനങ്ങള് ഒരുമിച്ച് വന്നിട്ട് എന്തോ ആക്കുന്നു എന്നാണ് coalesce, join, twin sentiments എന്നൊക്കെ ഉണ്ട്. To form something ആണല്ലോ. ഇത്ര അവിടെ വെച്ചോട്ടെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് chiaroscuro most likely mean എന്നാ ചോദിച്ചേക്കുന്നത്. ഇമോഷണൽ പാരലിസിസ് എവിടെയെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. മ്യൂസിക്കൽ വേരിയേഷനും ഇല്ല. സ്പെസിഫിക് ടൈപ്പ് ഓഫ് സോറോ ആണോ? അല്ല. ഇവിടെ നോക്കിയേ, a blend of light and shadow. നമ്മൾ അവിടെ കണ്ടു twin sentiments. twin sentiments coalesce. coalesce എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു join എന്നാണ് അല്ലേ. ഈ ട്വിൻ എന്ന് പറയുമ്പോ തന്നെ രണ്ട് സാധനങ്ങൾ എന്ന് മനസ്സിലായില്ലേ? രണ്ട് സെന്റിമെന്റ്സ്. ഇവിടെ നോക്കിയേ, ലൈറ്റ് ആൻഡ് ഷാഡോ, രണ്ട് സാധനം ബ്ലെൻഡ് ചെയ്തു, രണ്ട് സാധനം coalesce ചെയ്തു ഓർ ജോയിൻ ചെയ്തു. സോ ദിസ് വുഡ് ബി യുവർ ആൻസർ. ആ കൈറോസ്ക്യൂറോയുടെ മീനിങ് അറിയാണ്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് നോക്കാം. വാട്ട് ടോൺ ഡസ് ദ ഓദർ പ്രൈമറിലി യൂസ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഞാൻ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റി പറയുന്നുണ്ട്, ജോയ്, സോറോ, ഇതൊക്കെ ഫിലോസഫിക്കൽ ആണ് അല്ലേ. ബുദ്ധിസ്റ്റ് ഫിലോസഫിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫിലോസഫിക്കൽ ആണെന്ന് നമുക്ക് അപ്ലൈ അറിയാം. ബട്ട് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ്. വിംസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ജോയ്ഫുൾ ആണ് ആണോ? അല്ല. കാരണം ഇവിടെ പുള്ളി സോറോനെ പറ്റി പറയുന്നുണ്ട്, ലൈഫിന്റെ ഡൈക്കോട്ടമീനെ പറ്റി. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ രണ്ട് ആസ്പെക്ട്സ് എന്നാട്ടോ അർത്ഥം. ഡൈക്കോട്ടമീനെ പറ്റി പറയുന്നുണ്ട്. സോ അതല്ല, വിംസിക്കൽ അല്ല എന്ന് മനസ്സിലായി നമുക്ക്. ഫിലോസഫിക്കൽ ആണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. സോ ദാറ്റ് ഇസ് ദ ആൻസർ. സെറ്റൈറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദ ഓപ്ഷൻ സോ ദാറ്റ് നിങ്ങൾക്ക് ആ വേർഡിന്റെ മീനിങ് അറിയാം. ഇങ്ങനെയൊക്കെയാണ് ടോണിന്റെ ഓപ്ഷൻസ് എന്ന് അറിയാലോ. സോ ദാറ്റ് നെക്സ്റ്റ് പാസേജ് ഒക്കെ വരുമ്പോൾ യു ആർ പ്രിപ്പയർഡ് ടു, നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് എന്താണെന്ന് അറിയാം. സോ ദാറ്റ് യുവർ മൈൻഡ് ക്യാൻ ട്യൂൺ അക്കോർഡിംഗ്ലി. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെറ്റയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കിയൊക്കെ പറയില്ല. യു ഹാവ് ലൈക്ക് സർട്ടൻ പൊളിറ്റിക്കൽ സെറ്റയർ മൂവീസ് ഒക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് അല്ലേ. സെറ്റയർ ഇത്തിരി കളിയാക്കി പറയുന്നതിനെയാണ് സെറ്റയർ എന്ന് പറയുന്നത്. ഇൻഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇറ്റ്സ് എ ഫിലോസഫിക്കൽ പാസേജ്. അപ്പൊ നമുക്ക് സെക്കൻഡ് എന്ന ആൻസറും കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൈമറി പേർപ്പസ് എന്താന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ടു ഹൈലൈറ്റ് ഫിലോസഫിക്കൽ ട്രഡിഷൻസ് ആണോ? അല്ല. He is not highlighting any traditions here. To lament the fragility of happiness അല്ല. ആ പുള്ളി എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഹാപ്പിനെസ് എവിടെ നഷ്ടപ്പെട്ടു എന്നൊന്നും പറയുന്നില്ല. പുതിയ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇത് തന്നെ അല്ലേ ടു ആർഗ്യൂ ദാറ്റ് സോറോ ഷുഡ് ബി എംബ്രേസ്ഡ് ആസ് എസെൻഷ്യൽ ടു എക്സ്പീരിയൻസിങ് ട്രൂ ജോയ്. അതല്ലേ ഫുൾ പാസേജിൽ പറയുന്നത്. നമ്മൾ ഒരു നല്ലൊരു സ്പ്രിങ് ഒരു സീസൺ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ തൊട്ട് മുന്നേ ഒരു ഹാർഷ് വിന്ററിൽ കുറച്ച് വിഷമിച്ചു, അതും കൂടെ കൊണ്ടാണ് നമ്മൾ സ്പ്രിങ്ങിൽ കുറെ സന്തോഷിക്കുന്നത്. അപ്പൊ ആ സന്തോഷം ഇന്റൻസിഫൈ ആവാനുള്ള റീസൺ ഇസ് ബിക്കോസ് വി ഓൾറെഡി ഹാഡ് സം സാഡ് ടൈം. സോ സോറോയും ജോയും രണ്ട് സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് എംബ്രേസ് ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത് അല്ലേ. സോ ബി ഓപ്ഷൻ ആണ്. നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ നോക്കുക. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഈ ക്വസ്റ്റൻ ഇറ്റ്സ് ഫൈൻ ബിക്കോസ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. ചില ഓപ്ഷൻസ് ഇഫ് ഇറ്റ്സ് കൺഫ്യൂസിങ് യു ക്യാൻ എലിമിനേറ്റ് ദ ഓപ്ഷൻസ് as well. നമുക്ക് നോക്കാം അടുത്തത്. Based on the passage, what can be reasonably inferred about the author's primary perspective on human emotions എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ്? ലൈഫ് ഷുഡ് ബി ഡിവോയ്ഡ് ഓഫ് ഇമോഷണൽ പെയിൻ എന്ന് പുള്ളി എവിടെയും പറയുന്നില്ല അല്ലേ. ഇമോഷൻസ് എക്സിസ്റ്റ് ഇൻ സ്ട്രിക്റ്റ് ബൈനറീസ് അല്ല. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹി ഈസ് നോട്ട് സെയിങ്. പറയാത്തൊരു കാര്യമാണ് പുള്ളി പറയുന്നത്. രണ്ടും ഒരുമിച്ച് ഇന്റർകണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ്. സ്ട്രിക്റ്റ് ബൈനറി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വെരി ബൈഫർക്കേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നല്ല പറയുന്നത്. സോറോ ഡീപ്പൻസ് ദ മീനിങ് ഓഫ് ജോയ്. ഇതാണ് കറക്റ്റ് അല്ലേ. ജോയ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്ട് ഒന്നും ആരും പറയുന്നില്ല. സോറോ ഡീപ്പൻസ് ദ മീനിങ്. നമ്മൾ സങ്കടം ഉള്ളത് കൊണ്ടാണ് സന്തോഷം വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇന്റൻസിഫൈഡ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഫുൾ പാസേജിന്റെ മീനിങ്. അടുത്ത് നോക്കിയേ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദ അനലോജി? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ് അല്ലേ, ജോയുടെ ഓപ്പോസിറ്റ് ആണ് സോറോ. അപ്പൊ പ്രസൻസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആബ്സെൻസ്. ആസ് സിമ്പിൾ as that. പാസേജിന് വലിയൊരു ക്വസ്റ്റ്യൻ പോലും അല്ല. ദിസ് ഇസ് ലൈക്ക് എ കോമൺ സെൻസ്. ലൈക്ക് ഐ സെഡ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ സിനോണിം എന്താ, ആന്റോണിം എന്താ എന്നൊക്കെ ചോദിക്കും. നമ്മളപ്പം ഓൾറെഡി നമ്മുടെ വെക്കാബ് സ്ട്രോങ് ആണെങ്കിൽ ആ വേർഡ് ചിലപ്പം ദാറ്റ് വുഡ് ബി എ വേർഡ് ദാറ്റ് ഇസ് ഇൻ ദ പാസേജ്. ഇപ്പൊ നമുക്ക് വെക്കാബ് അറിഞ്ഞൂടെങ്കിലും ലൈക്ക് ഐ സെഡ് ആ വേർഡ് നമ്മുടെ പാസേജിലോട്ട് പോയി തപ്പുക. അപ്പം ആ കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കാം എന്ന് നോക്കുക. തിരിച്ച് ഓപ്ഷൻസിൽ വരുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓപ്ഷൻ എലിമിനേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ടു ഇംപ്രൂവ് അവർ വെക്കാബ്. നന്നായിട്ട് വെക്കാബുലറി ഒക്കെ പഠിച്ച് സെറ്റാക്കി പോവുക. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു വേർഡ് ആണെങ്കിലും യു ക്യാൻ ടാക്കിൾ ഇറ്റ് ഈസിലി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മുടെ ഫസ്റ്റ് പാസേജ് കഴിഞ്ഞു. ലൈക്ക് ഐ സെഡ്, നെക്സ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളൊന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് റീഡ് ദ ഹോൾ പാസേജ് ആൻഡ് കം ബാക്ക്. അങ്ങനെ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യും. വി ഗോ ടു ദ ക്വസ്റ്റ്യൻസ്, റൈറ്റ് ഓൾ ദ കീവേഡ്സ്, come back, read the passage really carefully and then answer the questions. അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് നോക്കാം. ലൈക്ക് ഐ സെഡ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടംപററി ഡിസ്കോഴ്സ് ഡിബേറ്റ് ബിറ്റ്വീൻ ഓൺട്രപ്രണർഷിപ്പ്, കൺവെൻഷണൽ എംപ്ലോയ്മെന്റ്. എന്തായാലും പറയുന്നത് ഇത്തിരി എക്കോണമീസിനൊക്കെ പറ്റിയാണ്. എംപ്ലോയീസ്, എംപ്ലോയ്മെന്റ് കണ്ടു. എങ്ങനെയാണ് എന്തോ വർക്ക് ഫോഴ്സിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് അല്ലേ. ഓൺട്രപ്രണേഴ്സിനൊക്കെ നമ്മൾ വീണ്ടും ഓൺട്രപ്രണർഷിപ്പ് കണ്ടു അല്ലേ. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, വർക്ക് ഫോഴ്സ് ഉണ്ട്, എങ്ങനെയാണ് ലേബർ, ലോങ് ടേം ഗോൾസ്, ഷോർട്ട് ടേം, ഇത് എന്തായാലും ഒരു വർക്ക് പ്ലേസോ ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി ഫോർ ഷുവർ, ഇറ്റ്സ് നോട്ട് ഫിക്ഷൻ, ഇറ്റ്സ് വെരി ഇൻഫർമാറ്റീവ്. അങ്ങനെ എന്തോ ഇൻഫർമേറ്റീവ് ആയിട്ട് എന്തോ പറയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു സാധനത്തിനെ അനലൈസ് ചെയ്യാണ് അല്ലേ. അത്രയും അവിടെ ഇരിക്കട്ടെ. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദ വേർഡ് ഡൈക്കോട്ടമി ഇൻ ദ പാസേജ് മോസ്റ്റ് നിയർലി മീൻ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ 1 2 3 4 5 എന്ന് എഴുതുന്നുണ്ടല്ലോ, അവിടെ 1 ഡൈക്കോട്ടമി എഴുതി വെക്കുക. ബിക്കോസ് വി നീഡ് ടു ലുക്ക് അറ്റ് ഡൈക്കോട്ടമി. ഓൾറെഡി ഡൈക്കോട്ടമിയുടെ മീനിങ് അറിയുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഉത്തരം കിട്ടും. പക്ഷെ നമുക്കിപ്പം അറിയാത്ത ഒരു കുട്ടികളെ പോലും നോക്കാം. What is implied by absence of assured income? Absence of assured income എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. Keyword is absence of assured income. എവിടെയെങ്കിലും എഴുതി വെക്കുക. Because when you are reading the passage, you have to look for ഈ phrase. Absence of assured income എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പിയാലല്ലേ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം അതെവിടെ എഴുതി വെക്കുക. ഡോണ്ട് ഫർഗെറ്റ്, പ്ലീസ് ഡു ദിസ്. നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ നമ്മൾ എക്സാമിന് ഇരിക്കുകയാണ്, നമ്മൾ കുറേ ടെൻഷൻ്റെ അഗേൻസ്റ്റ് ഇരിക്കുകയാണ്, നമ്മൾ ആദ്യത്തെ ഒരു മാത്സ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു റീറ്റെയിൻ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഡ്യൂറിങ് ദ എക്സാമിനേഷൻ ഇൻ ദ ഹാൾ. I would strongly suggest നിങ്ങൾ എഴുതി വെക്കുക കീവേഡ്. How does the passage describe societal views towards entrepreneurship? Societal views എങ്ങനെയാണെന്നാണ് പാസേജ് ചോദിക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ. According to the passage, which quality is most crucial for entrepreneurs? Entrepreneursന് എന്താണ് ക്രൂഷ്യൽ ക്വാളിറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് പാസേജിലേക്ക് പോവാം. Like I said, ഒന്ന് pause ചെയ്യുക, read the passage very carefully and then come back. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡൈക്കോട്ടമി എന്ന വേർഡിന്റെ മീനിങ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഡൈക്കോട്ടമി എവിടെയാണ് ഡൈക്കോട്ടമി വരുന്നത് പാസേജില്? I would read the passage ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. In contemporary discourse, the debate between entrepreneurship and conventional employment has gained remarkable traction. While traditional employment offers predictability, structured growth, and a defined career trajectory, entrepreneurship appeals to those seeking autonomy, innovation, and the potential for exponential returns. However, both paths are fraught with distinct disadvantages and inherent uncertainties. Employment, particularly within established organizations, provides financial stability, social recognition, and institutional support. Employees are not burdened with existential risks such as capital loss or market unpredictability. Instead, they operate within the frameworks of responsibility and hierarchy.
where risk is absorbed at higher managerial levels. For many, this structure offers psychological comfort and a clear roadmap for progression. Conversely, the entrepreneurship demands resilience, resourcefulness, and a high tolerance for ambiguity. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ ഓൺടർപ്രണർഷിപ്പ് എന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന്. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. Entrepreneurs must navigate volatile markets, regulatory complexities, and the absence of assured income. Assured income was something that was asked. നമുക്ക് ഓൾറെഡി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് assured income എന്ന് ഇംപ്ലൈ ചെയ്തേക്കുന്നതെന്ന്. Challenges often underestimated by aspirants. Yet, for those with a risk appetite and creative acumen, entrepreneurship promises a unique form of fulfillment. It allows individuals to disrupt existing paradigms, build ventures from the ground up, and possibly shape industries. Societal perceptions further complicate the dichotomy. In many cultures, steady employment is seen as the hallmark of success, while entrepreneurial endeavors are often perceived as reckless or unstable until they succeed. This perception, however, is gradually shifting as a global startup ecosystems mature and innovation becomes synonymous with progress. The real decision, therefore, lies not in which path is superior, but in aligning one's temperament, values, and long-term goals with the demands of each route. Entrepreneurship may offer liberation, but it is not without sacrifice. Employment may provide security, but it can come at the cost of creative constraint. A reflective, context-aware approach, not blind aspiration, is essential for navigating this professional crossroads. എന്താ പറയുന്ന ഓൺടർപ്രണർഷിപ്പിന്റെ റിസ്ക് പറയുന്നുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ പാസേജ്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ടോൺ ചോദിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ നമുക്ക് അഥവാ ചോദിച്ചാലോ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ഓഫ് ദ പാസേജ് ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. നമുക്ക് ടോൺ എന്താണ് ഇവിടെ? ഇറ്റ്സ് എ വെരി അനലിറ്റിക്കൽ. ഓൺടർപ്രണർഷിപ്പിന്റെ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അവിടെ സൊസൈറ്റി അവരെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റ്സ് എ വെരി അനലിറ്റിക്കൽ പാസേജ് ആണ്. ടോൺ എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇറ്റ്സ് അനലിറ്റിക്കൽ, അങ്ങനെ നമുക്ക് പറയാം. ഇതിപ്പം ടോൺ ചോദിക്കുന്നില്ല, നമുക്ക് അറിയാം, ബിക്കോസ് വി ഓൾറെഡി റെഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് വി നോ വാട്ട് ടു ലുക്ക് ഫോർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഇസ് ദ വേർഡ് ഡൈക്കോട്ടമി? ഡൈക്കോട്ടമി എന്ന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഡൈക്കോട്ടമി ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടല്ലേ? ഇറ്റ്സ് ടു. ബൈ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഡൈ ബൈ ഒക്കെ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നതാണ്. അപ്പൊ നോക്കിയേ, രണ്ട് എന്നറിയാം, രണ്ട് കോൺട്രാസ്റ്റിംഗ് തിങ്സിന് ഡിഫറൻസ് കാണിക്കുന്നതാണ് ഡൈക്കോട്ടമി. യു നോ ദാറ്റ് ഡൈ എന്നുള്ളത് ഒരു ടു എന്നുള്ള റൂട്ടിന്റെ സംഭവമാണ്. ദർ ഇസ് ടു ഹിയർ. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ലൈക്ക് ഐ സെഡ്, നമുക്ക് മീനിങ് അറിഞ്ഞൂടെങ്കിൽ പോലും ഡൈക്കോട്ടമി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനത്തിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണി. നമ്മൾ ഫസ്റ്റ് പാസേജ് നമ്മൾ കണ്ടില്ലേ, ജോയ് ആൻഡ് സോറോസ്, ഡൈക്കോട്ടമി ഓഫ് ലൈഫും രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളെ പറ്റി പറയുന്നതാണ്. സോ ക്ലിയർ ഡിവിഷൻ ബിറ്റ്വീൻ ടു കോൺട്രാസ്റ്റിംഗ് തിങ്സ്. ഓക്കെ, സോ ഫസ്റ്റിന്റെ ഉത്തരം നമുക്ക് കിട്ടി. What is implied by the absence of assured income in the context of entrepreneurship എന്നാണ് ചോദിക്കുന്നത് അല്ലേ? Entrepreneurs always work voluntarily. No fixed salary or stable cash flow. Profits are guaranteed from start. Income is controlled by the government. Profits സ്റ്റാർട്ടിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇൻകം കൺട്രോൾ ബൈ ദ ഗവൺമെന്റ് അല്ല. Entrepreneurs വോളണ്ടറി അല്ല വർക്ക് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ absence of assured income അല്ലേ? സോ എന്തിന്റെ ആബ്സെൻസ് ആണ്? ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഫിക്സ്ഡ് സാലറി ഓർ സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ എന്നാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡസ് ദ പാസേജ് ഡിസ്ക്രൈബ് സൊസൈറ്റൽ വ്യൂസ് ടുവേർഡ്സ് ഓൺടർപ്രണർഷിപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത്? സൊസൈറ്റി എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി വായിച്ചു, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ഇൻകം ഇല്ല, അപ്പൊ സൊസൈറ്റീസിന് അവരെ പറ്റി വലിയ താല്പര്യമൊന്നും ഇല്ല until they succeed. This is something that we read already. അപ്പൊ നോക്കിയേ, അവർ ഓൾവേസ് സപ്പോർട്ടീവ് ആണോ? അല്ല. യുനാനിമസ്ലി ഡിസ്മിസീവ് ആണോ? എല്ലാവരും അങ്ങ് തള്ളിക്കളയാണോ? അല്ല. there would be some people who support, അല്ലേ? ഓവർവെൽമിംഗ്ലി നെഗറ്റീവ് ആണെന്നും എവിടെയും പറയുന്നില്ല. ലൈക്ക് ഐ സെഡ്, നിങ്ങളുടെ ബയസ് അല്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സെഡ് ഫ്രം ദ പാസേജ്. പാസേജിൽ പറഞ്ഞ ഇതാണ് അല്ലേ? they're all skeptical. സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഇത്തിരി സംശയമാണ് അവർക്ക്. ബട്ട് അണ്ടിൽ പ്രൂവൺ സക്സസ്ഫുൾ ആകുന്നത് വരെ, അതുവരെ അവർ ഇത്തിരി സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ് ആണ്, ശരിയാവോ ഇല്ല എന്നുള്ളൊരു ഡൗട്ടിലാണ്. സ്കെപ്റ്റിക്സം മീൻസ് ഇത്തിരി ഡൗട്ട്ഫുൾ എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സ്കെപ്റ്റിക്കൽ ആണ് അണ്ടിൽ പ്രൂവൺ സക്സസ്ഫുൾ. According to the passage, which quality is most crucial for entrepreneurs? ഏത് ക്വാളിറ്റിയാണ്? നമ്മൾ ഓൾറെഡി വായിച്ചതാണ് അല്ലേ? റെസീലിയൻസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ
സ്ട്രെങ്ത് ആണ്, ലൈക്ക് ടു റെസിസ്റ്റ് എത്തോരം ഹാർഷ് കണ്ടീഷൻസ് വന്നാലും യു റെസിസ്റ്റ്, യു ഹാവ് ദ സ്ട്രെങ്ത് ടു ഫേസ് ദ പ്രോബ്ലംസ് അല്ലേ, സ്ട്രെങ്ത് ആണ്. ഒബീഡിയൻസ് എന്ന് എവിടെയും പറയുന്നില്ല, ഡെലിഗേഷൻ, കൺഫോമിറ്റി ഒന്നും അല്ല. ആൻസർ ഇസ് റെസീലിയൻസ്. നമ്മൾ വായിച്ചതാണ് അല്ലേ. സോ വെൻ വി റീഡ് ദ പാസേജ് ഇറ്റ്സ് ക്ലിയർ. ഓൺട്രപ്രണേഴ്സ് എന്തോരം ഹാർഷ് കണ്ടീഷൻസ് വന്നാലും നമ്മൾ ഇതിൽ ഡീൽ ചെയ്യാനുള്ള എക്വിപ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.